ഇന്ന് നമ്മൾ ട്രാവൽ ചെയ്യാൻ പോകുന്നത് വാഹേൻ. ഇവിടെ നിന്ന് 15.2 കാണേണ്ടതാണ്. 15.20 കിലോമീറ്റർ. ഓക്കെ, ഇതാണ് റൂട്ട്. ഓഹോ, അപ്പോൾ നമ്മൾ വാഹേൻ ട്രക്കിങ്ങിന് വേണ്ടി നമ്മൾ ഈ കണ്ട ചുരം മൊത്തം നമ്മൾ കയറി വന്നേക്കണം. നമുക്ക് ഇവിടെ നിന്ന് 1 മണിക്കൂറത്തേക്ക് ഉണ്ട് ട്രക്കിങ്. അണ്ണനോടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയേക്കണേ. സ്റ്റിക്ക് ഉണ്ടോ ഇത് കുത്തി നടക്കാൻ? ഇവിടെ നമുക്ക് ചാർജ് ഉണ്ട് നമുക്ക് ട്രക്കിങ്ങിന്. എന്താ പറഞ്ഞാൽ പോകെ ടാറ്റ. ഇതാണോ ട്രക്ക് ചെയ്യണ്ടേ? പൈസ വല്ലതും ഉണ്ടോ? ഒന്നും പറഞ്ഞില്ലേ? അയ്യോ ദീദി, ഫോണിൽ ചാർജ് ഇല്ലല്ലേ? വന്നിട്ടായിരിക്കും പൈസ കൊടുക്കണ്ടേ? ഓക്കെ, ഇല്ലല്ലേ? വലിയ വിഷയമൊന്നുമില്ല. ഓക്കെ, കണ്ടോ ഇവിടെ എല്ലായിടത്തും മരം വെച്ചുള്ള വീടാ. ഇല്ല, നമ്മൾ ശ്രദ്ധിച്ചു മേഖല കയറിയിട്ട് ഫുള്ള് മരം വെച്ചുള്ള വീടുകളല്ലേ എല്ലായിടത്തും. ഒരു മരപ്പെട്ടി അത് ഷീറ്റ് അപ്പുറത്ത് കോൺക്രീറ്റ് ഉണ്ടല്ലേ. സോറി, ഇത് നോക്കിയേ, ഇതൊക്കെ നോക്കിയേ. ആണല്ലേ? അതെ, ഇവിടെ കോൺക്രീറ്റ് വീട് ആയി. ചമ്മിയല്ലേ ഫുൾ എന്താനായി. ഏതാ ഇവിടെയാണോ? ഇതാണോ ജഗ? ഇത് ഇവിടെ നിന്ന് ഇറങ്ങണോ? ട്രക്കിംഗ് എന്നും നമുക്കൊരു ഹരമാണ്, അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ വകയൻ എത്തിയിട്ടുണ്ട്. വകയെന്ന് ഫസ്റ്റ് ട്രക്കിംഗ് റൂട്ട് ഇതാണ്. ഇവിടെ എൻട്രിയുടെ കേസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ആരും ടിക്കറ്റിനായിട്ട് വന്നിട്ടില്ല. അതെ, അതെന്താ സംഭവം? നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. തിരിച്ചു വന്നിട്ട് പൈസ കൊടുക്കാനായിരിക്കും മിക്കവാറും. അപ്പം താഴത്തോട്ട് ഇറങ്ങാൻ പോണേണ്. ഈ കാണുന്ന വഴിയാണ്. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വാഹനമായിട്ട് ഓട്ടോയും കൊണ്ട് വന്നിട്ടുണ്ടോ വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടോ എനിക്ക് അറിയില്ല കേട്ടാ. ഇത് നല്ല കുത്തനെയുള്ള കയറ്റവും ഇങ്ങോട്ടേക്ക് ഇറക്കുവാണ്, തിരിച്ച് നല്ല രീതിക്ക് കയറ്റമാണ്. ഈ 15 കിലോമീറ്റർ ഉണ്ട് മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക്. ആ 15 കിലോമീറ്ററും ഇറക്കോ. അടിപൊളിയായിട്ട് കൊണ്ടുവന്നിട്ടോ. പക്ഷേ നല്ല റൂട്ട്. ഞാൻ പോകുമ്പോ നമ്മുടെ വണ്ടി എങ്ങനെ തിരിച്ച് കയറുമെന്ന് അറിയാൻ പാടില്ല. നമുക്ക് തിരിച്ചു പോകുമ്പോ നോക്കാം. ഓക്കെ, അങ്ങനെ സ്റ്റാർട്ട് ചെയ്യണല്ലേ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യണം. പറഞ്ഞേ ഇതാണ് വഴി എന്നാണ് ആ ചേച്ചി പറഞ്ഞത്. ചേച്ചി താഴത്താട്ട് പൊക്കോന്നാ പറഞ്ഞത്. എന്താ പറക്കല്ലാണ് മുതലാളി. എത്തോ നോക്കട്ടെ. എടാ ഞാനേ ഈ സാധനം ഒരു നമ്മുടെ ഈ യാത്രയൊക്കെ പോലത്തെ ബുക്കില്ല, അതിനകത്തൊരു ഫോട്ടോ കണ്ടിട്ടുള്ളൂ വാഹേന്റെ അല്ലേ. അല്ലാണ്ട് ഇപ്പൊ നമ്മൾ മറ്റേ മേഘാലയ കയറിയപ്പോ ടൂറിസ്റ്റ് ഇതിട്ടില്ലേ, അതിട്ടപ്പോ കിട്ടിയ 4 5 കിട്ടി. അതിനകത്ത് ഒന്ന് ഈ ലീൻ റൂട്ട് ബ്രിഡ്ജ്, പിന്നെ ഇല്ല പിന്നെ ഉള്ളത് വാഹേൻ. 1 മണിക്കൂറത്തെ ട്രക്കിംഗ്. ഇതിനകത്ത് ഈ 3 ഒറ്റ റൂട്ടിലാണ്. ഇവിടെ നിന്ന് പിന്നെ റൈറ്റ് തിരിഞ്ഞ് പോകുന്ന നേരത്താണ് മോസ്കിംഗ് കേവും ആർബാ കേവ്, 2 കേവുകളുണ്ട്. പിന്നെ അവിടെ നിന്ന് പിന്നെയും കുറച്ചൊരു നല്ല ലോങ് പോയി കഴിഞ്ഞാൽ സിജു കേവ്. ഓ ഗോഡ്, നോക്കേ അടിപൊളി. സത്യം പറഞ്ഞാൽ മേഘാലയ കയറി കഴിഞ്ഞപ്പോ ഒരു നമ്മ വന്നേക്കണ സ്ഥലത്തിന്റെ ഫീലേ മാറിപ്പോയി. സത്യം നാഗാലാൻഡ് ഒരു. അതെ, നാഗാലാൻഡ് ഫെസ്റ്റിവല് കാണാൻ മാത്രമേ ഉള്ളൂ അടിപൊളി. ഇതിന്റെ സോക്കു വാലിയും ഉണ്ട്, 2 എണ്ണകള്. പക്ഷെ ഇത് വെറുതെ ഇടില്ല. എന്താ പറയാ വേണ്ടി? അത് എന്താ പറയാ? സോക്കു വാലിയുടെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇപ്പൊ തൃശ്ശൂർ പൂരം നടത്തി അതെ. ടിക്കറ്റ് അവിടെയാണോ? ഓക്കെ. പേഴ്സ് ഉണ്ട് അതിനകത്ത്. ഉണ്ട്, പേഴ്സ് ഉണ്ട്. ഇവിടെയാണ് നമുക്ക് പൈസ എടുക്കേണ്ട സ്ഥലം. ഓക്കെ, പൈസ എടുക്കുന്നതൊക്കെ കാണിക്കുമെന്ന് ഡൗട്ടാണ്, എന്നാലും കുഴപ്പമില്ല, അറിഞ്ഞിരിക്കാനല്ലേ. ഇറ്റ്സ് ഫോർ ആൻ ഇൻഫർമേഷൻ. എഴുതുവവിടെ പേരെഴുതണം. mình sẽ đi hao nữa.
200. 200. ഇതിനാ ഇവിടെ അതിനകത്ത് 200 വെച്ചേക്കണം ഒറ്റടി. ഇതിനകത്താണോ? ഇത് 100 അല്ലേ അതിനകത്ത്? മാറ്റി വെച്ചേക്കണേ. മാറ്റി വെച്ചേക്കാം. ഒരുമിച്ച് വെച്ചാൽ പറ്റും. 200. ഒരാൾക്ക് 100 രൂപ എന്നാണ് കണക്ക്. ഓക്കെ, ഇറക്കം നമുക്ക് എപ്പോഴും അടിപൊളിയാണ്. പോവാം. ഇവിടെ പേഴ്സല്ലേ ഇവിടെ 2 ടിക്കറ്റ്. ഇതിനകത്ത് ഒരാൾക്ക് 100 രൂപ. ഒരാൾക്ക് 100 രൂപ. അല്ലാണ്ട് പിള്ളേർക്കൊക്കെ 50 രൂപ. മൈനറുണ്ട്, സ്റ്റുഡൻറ്റിനുണ്ട്. വെച്ചോ. ഓക്കെ, ഇനിയിപ്പോൾ അതിയെ ഓരോന്ന് അങ്ങോട്ട് കാണിച്ചു തരാം. നടന്ന മയിലല്ലേ? ഒരു കുപ്പി വെള്ളം പോലും നമ്മുടെ കയ്യിലില്ല. താഴത്ത് പാനി ഉണ്ടാവുമായിരിക്കും. ആ 1 മണിക്കൂറത്തെ യാത്രയില്ലല്ലോ. അതെ, 1 മണിക്കൂറത്തേയുള്ളൂ. ഓ, ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. എനിക്ക് ചെവിയിൽ മറ്റേ മൂളണ പോലെ കേൾക്കണം. എന്താ സംഭവം ഇത്? എടാ അത് ഹൈ ആൾട്ടിറ്റ്യൂഡ് കയറിക്കാണോ? മുളയിലില്ലേ? വിസിലടി. മുളയാണ് ഇവിടെ. മുളയാണ്. കാറ്റടിക്കുമ്പോഴാ? കാറ്റടിച്ചിട്ട് ഈ പ്രാണി ഇതിനകത്ത് മറ്റേ ഹോളിടും. എന്നിട്ട് അതിൽ കാറ്റടിച്ച് കയറിയാണ് സംഭവം. നിന്നൊക്കെയാണ് മറ്റേ ഇതൊക്കെ കണ്ടുപിടിച്ചത്. പറഞ്ഞു എന്താ ചോദിച്ചത്? അല്ല, ഇത് ട്രക്ക് ചെയ്തിട്ട് നമുക്ക് മറ്റേ ഇത് ചെറിയ കടകളും നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലവും കൂടിയിട്ടൊക്കെയാ ആയിരിക്കും. ഓരോരുത്തർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ളൂ. അല്ലാത്തതുകൊണ്ട് മനസ്സിലായി, ആളില്ലെന്ന്. സീസൺ ഇല്ലാത്തതുകൊണ്ട് ഇതൊന്നും വർക്കില്ല. എന്നിട്ട് ഒടുക്കത്തെ തണുപ്പാ രാത്രി. 2 ജാക്കറ്റ്, 2 പുറപ്പ്, സ്ലീപ്പിംഗ് ബാഗ്, 4 സോക്സ്. ഞാൻ സ്ലീപ്പിംഗ് ബാഗ് തുണിയില്ലാണ്ട് നടക്കണം, അതൊന്നും കുഴപ്പമില്ല. 2 പാൻറ്, പിന്നെ ഉള്ളിൽ വേറെ ടീഷർട്ട്. ഇത്ര സാധനങ്ങൾ ഇട്ടിട്ട് പറ്റാണ്ടാവില്ല. രാവിലെ ഏത്തണ്ടല്ലോ മറ്റേ ഇത് മുഴുവൻ കത്തിപ്പോന്ന്. പുറപ്പില്ലേ പുറത്തിട്ടേക്ക്, അത് ഫുള്ള് പക്ഷെ നനഞ്ഞ് വെള്ളം പോയി. ഇല്ല, പോരാത്തന്നെ ഐസും ഉണ്ടായിരുന്നല്ലേ. കുഴപ്പമില്ല, ഇത് രസമുണ്ട്. മര്യാദ കയറിയില്ലെങ്കിൽ 2 പല്ലും മൂക്കിന്റെ പാലോ എല്ലാം പോകുന്ന ഉറപ്പാണ്. ഇതിപ്പോ ശരിക്കും ഇപ്പൊ ഫുള്ള് മറ്റേ കൽപ്പടവുകൾ പോലെ. അതെ, ഇതിന്റെ മെയിനായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് ഫുള്ള് മുള വെച്ച് മേലിട്ട് കയറി പോണ ഒരു സംഭവം ഉണ്ടാക്കണം. ഇതിനകത്തിപ്പോ മുള കാണുന്നില്ലല്ലോ. ഇത് വാഹനല്ലേ ഇതിപ്പോ? ഓക്കെ, ചെരുപ്പ് ഉടക്കുന്നുണ്ട് ഈ ബാക്കില്. ചെരുപ്പ് നൈസായിട്ട് കല്ല് ഉടക്കുന്നുണ്ട്. ഇതാണ് റിവർ വ്യൂ. ഇത് കാണാനാണ് നമ്മൾ അവിടെ നിന്ന് ഇവിടം വരെ വന്നത്. അയാളെന്തേ? മുള ഉണ്ട് എന്നെ. എന്തായി? ഫോട്ടോ എടുക്കാം. എൻ്റെ കാല് കറക്കുന്നുണ്ട്. ബാക്കിൽ നിന്ന് എടുക്കാം. മരടി ചാർജ് ഉണ്ടോ? ഒരു സാധനമുണ്ട്. ഓ, ഭയങ്കരം തന്നെ. എടുക്കട്ടെ ഫോട്ടോ. എൻ്റെ കാലൊക്കെ വറക്കട്. അത് ഞാനാണ്. ഇനി ഞാൻ നിൽക്കട്ടെ ഗൈസ്. ഈ മണ്ണ് നോക്കി, മണൽ നോക്കി. കൊള്ളാവാ ചത്ത. സാബാഷ്. ഇത് നോക്കിയേ, ഇവിടെ വെള്ളം ഇല്ലേ അണ്ണാ? ഇവിടെ വെള്ളം ഒഴുകണമായിരിക്കും. നല്ല മെയിനിൽ കൂടി നടക്കണ വഴി. ഓക്കെ, അപ്പോൾ ഇതായിരിക്കുമോ? ഇതല്ലല്ലേ അണ്ണാ? ആട്ടം ഉണ്ടാണ? ആട്ടമുണ്ട്. പല്ല് പോകല്ലേ. അത് 2-3 കൊന്ത്രമ്പല്ല.
വെള്ളച്ചാട്ടം കാണാൻ വന്നേക്കും. അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ ആ സ്പിരിറ്റിലെടുത്താൽ മതി. ഇത് വന്നത് വാങ്ങണ്ട. ഇനി അപ്പുറത്ത് പോയിരുന്നാ അപ്പുറ സൈഡിലായിരിക്കും അല്ലേ? ആ 3 കിലോമീറ്റർ പറഞ്ഞേക്കണം. അത് തന്നെ അത് തന്നെ. ഷിറ്റായല്ലേ. ഹൊയ് വെള്ളം. ഓ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയാണിത്. തന്നെ. ഇത് ഏതോ ഒരു കലാരൂപം. ഇതുണ്ടോ ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ ഏകദേശം ഒരു ഇത് കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടോ ഈ പാറയിൽ, ഇതുണ്ടോ ഈ പാറയിൽ സൈഡ് വെച്ചേക്കണം. പോടാ സുനിച്ചേട്ടനെ 2024 കംപ്ലീറ്റ് ആയത് ആയിരിക്കും. ഡീറ്റെയിൽ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ വായിച്ച് നോക്കുക. മനസ്സിലായി. ബാക്കിയുള്ളത് ഞങ്ങൾ മേളിൽ ചെന്നിട്ട് വിവരിച്ച് പറഞ്ഞു തരാം. നോക്കി നടന്നില്ല പണി കിട്ടുള്ളൂ. ഇവിടെ ചെറുതായിട്ട് സൈഡിൽ കുറച്ച് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. കോൺക്രീറ്റ് ചെയ്തതിലോട്ടാണ് ഈ മുള സെറ്റ് ചെയ്ത് വെച്ചേക്കണേ. ആ ചെക്കനാ ഇതുണ്ടോ ഇടുക്കം വഴി ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഇവിടെ ചെറിയൊരു സംഭവം എഴുതി വെച്ചേക്കണുണ്ടോ? ഞാൻ തൊട്ടടുത്ത് നിന്ന് ഞാൻ കാണിച്ചു തരാം. പൈസ ഇറങ്ങണേ, താഴത്തോട്ട് ഇറങ്ങണേനാണ് പൈസ. ഇത് കണ്ട, ഇവർ സ്വിമ്മിങ് പൂളിൻ്റെ ഒരാൾക്ക് 30 രൂപ, പിള്ളേർക്ക് 20 രൂപ. എന്നുവെച്ചാൽ എല്ലായിടത്തും ഇതേപോലെ ചെറിയൊരു ഹട്ടുകൾ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് കയറി വ്യൂ കാണണമെന്നുണ്ടെങ്കിൽ അവിടെ 20 രൂപ. അങ്ങനെ കുറേ ചെറിയ ചെറിയ കച്ചവടങ്ങൾ ഇതിൻ്റെ ഇടയിലുണ്ട് അല്ലേടാ? അതെ. ജ്യൂസ് കുടിക്കാൻ പോണേ. എൻ്റെ പൊന്നു, രക്ഷയില്ലാത്ത വഴികൾ. ജ്യൂസ് കുടിക്കാൻ പോലെ എനിക്ക് വന്നേക്കൊന്നും പറയാ. ഒരു ബുക്കി കണ്ട ഒരു ഫോട്ടോയും വെച്ചിട്ട് ഇറങ്ങിയതാ. എൻ്റെ പൊന്നു, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടാ. അടിപൊളി സ്ഥലം. ഒരു പാറ ഇരുന്നിട്ട് അതിൻ്റെ അടിയിൽ കൂടിയൊക്കെ വഴി വെച്ചേക്കണം. പാറ 5-6 വെള്ളി. ദൈവമേ, തല ഇവിടെ കുനിഞ്ഞു വന്നില്ലെങ്കിൽ പണി കിട്ടും. തലയിടിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഇത് കുറേ ഉണ്ട് കേട്ടോ. എത്ര കിലോമീറ്റർ ഉണ്ടെന്നൊന്നും അറിയാൻ പാടില്ല. എത്ര മീറ്റർ ഉണ്ടെന്നൊന്നും അറിയാൻ പാടില്ല. പക്ഷേ ഇവിടം വരെ ഞങ്ങളിപ്പോൾ എന്തോരായെന്നറിയില്ല. പക്ഷേ ഇത്രയും തന്നെ ഹെവിയാ, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്തൊരു എക്സ്പീരിയൻസ്. അയ്യോ മലയാളി അവിടെ താഴെ നോക്കി കണ്ട് എന്താ ഓശോ, ഇതിന് മേലാണ് അവിടെ തേനീച്ചപ്പൂ. അതിൻ്റെ അത് എറിഞ്ഞിട്, കണ്ണുകൊണ്ട് നോക്കി വീഴ്ത്തിയാൽ മതി. അയ്യോ, അങ്ങനെയൊക്കെ വീഴ്ത്തണമെങ്കിൽ വേറൊരാളുണ്ട് നമ്മുടെ നാട്ടിൽ. അത് വീഡിയോ കണ്ട ആൾക്ക് മനസ്സിലാവും. ഓ, നിന്നെ കയറ്റുമായി പോയി. കയറാം. ഒറ്റ മൈൻഡാണ് എനിക്ക്. ഒറ്റ മൈൻഡില്ല, തീറ്റയും കൂടി ഇല്ലാണ്ട് കയറാൻ പറ്റിയില്ല. എനിക്ക് വയ്യാണ്ടായി, തീറ്റയും കൂടി ഇല്ലാത്ത പറഞ്ഞേ നടക്കാൻ പറ്റില്ല. അതൊക്കെ പിന്നമ്മോ, രാവിലെ കുറച്ച് അട്ടാണി നേരിടാണെങ്കിൽ നടക്കണം. ഇത്ര നേരം ഓടിച്ചാടി നടന്നിട്ട് വയ്യാണ്ടായി. ഒന്നും വിഷയമില്ല. പക്ഷെ ഇറങ്ങുമ്പോൾ പ്രശ്നം. ഓ, ഇത് കൊള്ളാം, ഇത് കലക്കി.
ക്യാമറ ജാബിറേങ്ങോ കുഴപ്പമില്ല, പോട്ടെ പോട്ടെ. ഇതിനോടൊന്ന് കൊള്ളുക. ഇത് മതി വൃക്കാതലല്ല എൻ്റെ കാലി വറക്കട്ട്. ഹായ് അന്നങ്ങ് ഞാനിറങ്ങാം, നീ പുറകെ ഇറങ്ങി. ഞാനാണ് ഇത്തിരി സ്പീഡുള്ളവർ. ഓ ഇല്ല, ഇത് കിട്ടാൻ വേണ്ടിയായിരുന്നു. ഇവിടുന്ന് ആ ബാബു ബ്രിഡ്ജ് കിട്ടാൻ വേണ്ടിയായിരുന്നു. ഓക്കെ അയ്യോ ആടുന്നുണ്ട് ഇത്. അവിടെ ഒരു ബ്രിഡ്ജ് പണിതോണ്ടിരിക്കണ്ട അവിടെ പുതിയത്. നൈസ് ആണല്ലേ. അതിന് മേലല്ലേ നമ്മ ഇന്നിച്ച് അങ്ങനെ അതേ ടോപ്പ്. എൻ്റെ ദൈവമേ നല്ല സുഖം. ഇത്ര ആൾക്കാർ ഇവിടെ ഉണ്ട്. അവിടെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, ഈ ഓൾസോ കണ്ടന്റ് ക്രിയേറ്റേഴ്സ്. അങ്ങനെ ടോപ്പിലെത്തി. ഏതാ ഏറ്റവും ടോപ്പിലേക്കാണ്. ഈ താഴത്ത് വന്ന വഴിയാണ്. ഇവിടെ നിന്ന് പിന്നെ തിരിച്ചിറങ്ങണം. ചുറ്റും കാണിച്ചു തരാം. വലിയ നമുക്കിപ്പോൾ സൂം ചെയ്ത് കാണിക്കാൻ പറ്റില്ല. താഴെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്. കണ്ട, ഇതിപ്പോൾ വെള്ളം കുറവാണ്. താഴെ ഇതിൽ കൂടി ഞങ്ങൾ വന്നത്. ഈ പാലം പണി നിർത്ത് ഏകദേശം ബെറ്റർ ആയിട്ടുണ്ടാവും വഴിയൊക്കെ. ഇനി വന്നവർക്കൊക്കെ അടിപൊളിയായിരിക്കും. റൂട്ടും നല്ല കുഴപ്പമൊന്നുമില്ല, റോഡൊക്കെ പക്കയാണ്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. കുത്തനെയുള്ള ഇതാണെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മുടെ ഓട്ടോ തിരിച്ച് കയറുമെന്ന് മാത്രം അറിയാൻ പാടില്ല അല്ലേ. ആ അതും കൂടി കയറി കഴിഞ്ഞാൽ പിന്നെ ഏത് ഓട്ടോക്കാർക്കും വേണമെങ്കിലും വരും അല്ലേ. വണ്ടി കയറി കഴിഞ്ഞാൽ പിന്നെ ആർക്കും കയറാം. അതെ. വണ്ടി എങ്ങനെയുണ്ട് വിഷ്വൽ? എങ്ങനെയുണ്ട്? പക്ഷെ എനിക്ക് ഇവിടെ നിന്ന് നോക്കണതിനെക്കാട്ടും എനിക്ക് ഹെവി ആയിട്ട് കിട്ടിയത് ഏതാണെന്നറിയോ? എനിക്ക് ആ ബാമ്പൂല് കൂടി അതാണ് ഇത്തിരി കൂടി അടിപൊളിയായിട്ട് നമുക്കൊരു ഫീൽ വരും. സാധാരണ നമ്മൾ കല്ലിലും ഈ പാറയിലൊക്കെ ചവിട്ടി കയറി വരില്ലേ, അതിനെക്കാട്ടൊക്കെ അടിപൊളിയാണ്. പിന്നെ എവിടെ ചെന്നാലും ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ മാറ്റി വെച്ച സാധനം ഹെവി. ഗ്യാങ്ങായിട്ട് വരുമ്പോഴേ വിഷയമുള്ളൂ. ഞങ്ങൾ ഗ്യാങ്ങായിട്ട് പോകുന്നുണ്ടെങ്കിൽ നല്ല അടിപ്പനായിരിക്കും. അതെ, ഈ ഗ്യാങ്ങായിട്ട് വരുമ്പോഴുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ഇന്നിപ്പോൾ അവള് ടോപ്പിൽ കയറി സെറ്റായി. ഇനി നേരെ തിരിച്ചിറങ്ങുക. ദോക്കിയില് ഒന്നും കാണാനില്ലെന്നാണ് പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ വെള്ളമൊക്കെ കലങ്ങി കിടക്കണേന്ന് പറഞ്ഞു. ചെളിയാന്ന് പറഞ്ഞത്. നമ്മള് ഒന്നല്ലെങ്കിൽ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ് കയറും. ഡോക്കി പോണ റൂട്ട് തന്നെ നേരെ അങ്ങോട്ട് കയറും. ഇവിടെ നിന്ന് ആദ്യം കയറണം. വണ്ടി ഞങ്ങൾ കയറ്റി, അത് ഉറപ്പാണ്. ഇല്ലെങ്കിൽ ഞങ്ങൾ കെട്ടി വലിച്ചാണെങ്കിൽ കയറ്റും. ലോങ്ങിൽ നിന്ന് ഞങ്ങൾ ഏകദേശം ഒരു 76 കിലോമീറ്ററോളം യാത്ര ചെയ്ത് പിന്നെ ഹൈവേയിൽ നിന്ന് ഒരു 15 കിലോമീറ്ററൊക്കെ അകത്തേക്ക് വരാനുണ്ടാകും. അതൊരു കുത്തനെയുള്ള നല്ല കുത്തനെയുള്ള ഒരു ഇറക്കമായിരുന്നു. ഒരു നല്ല വരവായിരുന്നു. അത് കയറി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഗെയിം ചോദിച്ചിട്ട് ഒരു ബോർഡോ അങ്ങനെ ഒന്നും കാണുന്നില്ല. കൂടുതലും ആൾക്കാരോട് ചോദിച്ചിട്ടും ഒരു നേരെ ചെന്ന് താഴ്ത്തിട്ടൊക്കെ എന്ന് പറഞ്ഞാൽ. അപ്പം അങ്ങനെ ഞങ്ങൾ കുറച്ചങ്ങ് താഴ്ത്തി ചെന്നപ്പോൾ തന്നെ ടിക്കറ്റ് ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് നോക്കി ടിക്കറ്റ് എടുത്ത് താഴെ വന്ന് വലിയ ഡ്രൈവറാണ്. അത് കുഴപ്പമില്ല, എടുത്തു. ആ
താഴത്തോട്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ആദ്യം കാണുന്നത് മറ്റൊരു വെള്ളച്ചാട്ടം. അപ്പോൾ ഞങ്ങൾക്ക് ഒരു പണി കിട്ടിയെന്ന് വിചാരിച്ചു. ഞങ്ങളത് കഴിഞ്ഞു പരിപാടി കഴിഞ്ഞെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞത് ഇതിൻ്റെ സൈഡിൽ കൂടി ഒരു വഴിയുണ്ട്, അങ്ങോട്ട് കിട്ടുമെന്ന് പറഞ്ഞു. അതാണ് ഈ കയറി വന്ന സ്ഥലം. നിങ്ങൾ ഇനി മേഘാലയ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഈ സ്ഥലം വകേൻ ഉറപ്പായിട്ടും എന്തായാലും വേണം. നല്ല കിടുക്കൻ എക്സ്പീരിയൻസ് ആയിരിക്കും. സാധാരണ ട്രക്കിങ് പോലെയല്ല, ഒരു പെശക് ട്രക്കിങ്. ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. അതെ, സുക്കു വാലി പോകാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു ഇതുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവിടെ നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് പോയാലും ഒരു ഇതില്ല, ഗൈഡില്ലാണ്ട് പോകാനും പറ്റില്ല, തിരക്കും കൂടുതലാണ് എന്ന് നമ്മുടെ അടുത്ത് അവിടെയുള്ള ഒരു അതോറിറ്റി പറഞ്ഞു. അതെ ഓക്കെ, നമ്മൾ ഇത്രയും ട്രാവൽ ചെയ്ത് വന്നിട്ടപ്പോൾ കുറച്ച് ടീം പറഞ്ഞു അങ്ങനെ പറ്റില്ല. അപ്പോൾ ഒരാൾക്ക് 3500 രൂപ വെച്ച് 2 പേർക്ക് 7000 രൂപ എന്നുള്ള രീതിയിൽ നമുക്ക് പോകുന്നത് അവർ പറഞ്ഞായിരുന്നു. പക്ഷെ നമ്മൾ അതുപോലും എടുക്കാനുണ്ടായില്ല. അങ്ങനെ കുറച്ച് സംഭവം ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വന്നത് ഇങ്ങോട്ടാക്കണം. അപ്പം ഇത് കിട്ടുക്കൻ എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ എന്തായാലും വരാൻ നോക്കുക. ഞങ്ങളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കാരണം ഇനി അടുത്തത് ഡോക്കി പോകാൻ വേണ്ടിയിട്ട് ഇനി അടുത്ത കാഴ്ചകൾ അവിടത്തേക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക.